എപ്പോഴും എനർജറ്റിക് ആയാണ് വ്ളോഗുകളിൽ മഷൂറ ബഷീർ പ്രത്യക്ഷപ്പെടാറുള്ളത്. ഡള്ളായ ഒരു മൊമെന്റ് പോലും മഷൂറുടെ വ്ളോഗുകളിൽ ഉണ്ടാകാറില്ല. എബ്രുവിന്റെ കളി, ചിരി അടക്കം എല്ലാം നിറഞ്ഞ ഫുൾ പാക്കേജോടെയാണ് മഷൂറുടെ വീഡിയോകളും പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡയറ്റ് ചലഞ്ച് ചെയ്ത് വരികയാണ് മഷൂറ ബഷീർ. ഇന്ന് അതിൻ്റെ 4ാം ദിവസമായിരുന്നു. 33 ദിവസത്തെ ചലഞ്ചാണ് പ്രതീക്ഷയോടെ മഷൂറ ബഷീർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യം പ്രാധാന്യം ചെയ്യുന്ന ഭക്ഷണം മാത്രം കഴിക്കുക എന്നാണെന്നും മഷൂറുടെ ലക്ഷ്യം. 4ാം ദിവസവും വിജയകരമായി ഡയറ്റ് ചെയ്യണം എന്ന് കരുതിയോടെയാണ് മഷൂറ വ്ലോഗ് ആരംഭിച്ചത്. ഇൻട്രോ എടുക്കുകയും ചെയ്തു. പക്ഷെ വിദേശത്ത് നിന്നും പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ചതോടെ മറ്റെല്ലാം മറന്ന് മഷൂറ അതെല്ലാം വേണ്ടെന്ന് വെച്ചു. ഒരു ദുഃഖകരമായൊരു വാർത്ത പങ്കുവയ്ക്കുകയായിരുന്നു സുഹൃത്ത് വിളിച്ചത്. കുഞ്ഞ് അബോർട്ടായി പോയി എന്ന് പറയാനാണ് സുഹൃത്ത് തന്നെ വിളിച്ചത്. ഏറെക്കാലം കാത്തിരുന്ന അമ്മയായാണ് സ്ത്രീയാണ് മഷൂറ ബഷീർ. അതുകൊണ്ട് തന്നെ സുഹൃത്തിന്റെ വേദന മഷൂറയെയും തളർത്തി. രാവിലെ ഇൻട്രോ എടുത്ത ശേഷം പിന്നെ ഞാൻ വ്ലോഗ് തുടർന്നില്ല. കാരണം ഞാൻ വളരെയധികം വിഷമത്തിലായിരുന്നു. എൻ്റെ സുഹൃത്ത് വിളിച്ചിരുന്നു. അവൾക്കുണ്ടായ ഒരു പ്രശ്നമാണ് എന്നെ തളർത്തിയത്. കുറച്ചധികം ഞാൻ ഇമോഷണൽ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ വ്ലോഗ് ചെയ്യാനും ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. ഫുഡ് പോലും കഴിച്ചില്ല. അത്രത്തോളം മൂഡ് ഓഫ് ആയിരുന്നു. അവൾ എൻ്റെ അടുത്ത് പോലുമില്ല. മറ്റൊരു രാജ്യത്തിലാണ് അവൾ ഉള്ളത്. അവിടെ നിന്ന് വിളിച്ച് സങ്കടം പറയുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. ഞാൻ അവൾക്കൊപ്പം കരഞ്ഞു. എൻ്റെ സുഹൃത്ത് അവൾ ഗർഭിണിയായിരുന്നു. പക്ഷെ അബോർഷൻ ചെയ്യേണ്ടി വന്നു. ആ പെയിൻ എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യാനും പറ്റും. കാരണം ഞാനും കുറേ വർഷം ഗർഭിണിയായതിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമവും എല്ലാം അനുഭവിച്ചവളാണ്. അവൾ വീണ്ടും ഗർഭിണിയാകുമെന്നും നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടായിട്ടൊന്നും ഉണ്ടാകില്ല. എൻ്റെ മമ്മിക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 മക്കളായിരുന്നു. ഞാനും എൻ്റെ സഹോദരനും മറ്റൊരു സഹോദരനും എനിക്കും ഉണ്ടായിരുന്നു കൂടെ. എൻ്റെ അനിയനായിരുന്നു അവൻ. മമ്മ പ്രസവിച്ച വൈകാതെ തന്നെ ആ കുഞ്ഞ് മരിച്ചു. ആശുപത്രിയുടെ പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. ഞാൻ ആ സമയത്ത് ചെറിയ കുട്ടിയായിരുന്നു. LKGയിലോ UKGയിലോ മറ്റോ പഠിക്കുകയായിരുന്നു. മാലിക് എന്നൊരു പേരായിരുന്നു അവൻ്റേത്. കുറച്ചു പേർക്ക് ഇക്കാര്യം അറിയാം. കുറെ ആഗ്രഹിച്ച് ഗർഭിണി ആയതും പിന്നാലെ അത് അബോർഷൻ ചെയ്യുന്നതും പലരും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ വിഷമിക്കരുത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നല്ലൊരു പ്ലാൻ ഉണ്ടാവും. ചിലപ്പോൾ ആ ബേബി ലോകത്തിന് വരുന്നത് നിങ്ങൾക്ക് നല്ലതാവില്ല. അതുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ തന്നെ ചെയ്യുന്നത്. കൂടുതൽ ബെറ്ററായ ബേബിയെ തന്നെ പിന്നീട് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യും. എൻ്റെ കാര്യം തന്നെ നോക്കൂ. കുറേ വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നല്ലൊരു മുത്തുമണി തന്നെയാണ് എനിക്കും കിട്ടിയത്. അവൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇത്തരം അവസ്ഥകളിൽ സ്ട്രോങ് ആയിരിക്കുക. ലൈഫ് ഒരിക്കലും ഈസി ആയിരിക്കുകയില്ല. എൻ്റെ സുഹൃത്തിൻ്റെ കാര്യം കേട്ട് എനിക്ക് വല്ലാതെ വിഷമമായി എന്നാണ് മഷൂറ പറഞ്ഞത്. വിവാഹം കഴിഞ്ഞ് 5 വർഷത്തിനു ശേഷമാണ് മഷൂറയ്ക്ക് കുഞ്ഞ് വരുന്നത്. കുഞ്ഞുണ്ടാകാൻ വൈകിയപ്പോൾ പല തരത്തിലുള്ള കളിയാക്കുകളും കുത്തുവാക്കുകളും സമൂഹത്തിൽ നിന്നും മഷൂറയ്ക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. 2 വർഷം മുന്നാണ് ആദ്യത്തെ കൺമണിക്ക് മഷൂറ ജന്മം നൽകിയത്. മഷൂറയും ബഷീറിനും ഇന്ന് വലിയ ആരാധക വൃന്ദമുണ്ട്. നിങ്ങൾക്ക് മഷൂറ ബഷീർ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.